എല്ലാവർക്കും നമസ്കാരം. എൻട്രി ആപ്പ് അവതരിപ്പിക്കുന്ന സെറ്റ് വെബിനാർ സീരീസിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ ഡോക്ടർ ഹേമ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സെറ്റ് സിലബസിലെ ജനറ്റിക്സ് എന്ന മോഡ്യൂളിൽ കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഇതിനു മുൻപ് പല എക്സാമുകളിലും ചോദിച്ചിട്ടുള്ളതും പൊതുവെ കൺഫ്യൂസിങ് ആയതും ഒക്കെ ആയ ചില ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, തിയറി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. On which plant had Mendel carried out his investigation? Gregor Mendel, the father of genetics, അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സ് നടത്തിയ പ്ലാന്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഓപ്ഷൻസ് എല്ലാവർക്കും അറിയാം. എന്താണ് ഉത്തരം? ഗാർഡൻ പീ അഥവാ പൈസം സെറ്റൈവം എന്നറിയപ്പെടുന്നു. പൈസം സെറ്റൈവം. പൈസം സെറ്റൈവം എന്നത് ഗാർഡൻ പീയുടെ സയന്റിഫിക് നെയിമാണ്. അത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പൈസം സെറ്റൈവം. Question number 2. During breeding, the removal of anthers from flower is called dash. മെന്റൽ തന്റെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഉപയോഗിച്ചത് ഗാർഡൻ പീ പ്ലാന്റ് ആണെന്ന് പറഞ്ഞു. ഈ ഗാർഡൻ പീ പ്ലാന്റിൽ ഒരു പ്ലാന്റിൽ തന്നെ മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും ഉണ്ട്. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സിന് വേണ്ടിയിട്ട് സെൽഫ് ഫെർട്ടിലൈസ് ചെയ്യുന്ന പ്ലാന്റ്സ് അദ്ദേഹം ഉപയോഗിച്ചു. എന്നിട്ട് അവയിലെ ആന്തറിനെ റിമൂവ് ചെയ്തു. മറ്റൊരു പ്ലാന്റിന്റെ പോളൻ ഇതിലേക്ക് ഡസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആന്തർ റിമൂവലിനെ എന്താണ് പറയുന്നത്? ആന്തർ റിമൂവൽ ഇസ് കോൾഡ് ആസ് എമാസ്കുലേഷൻ എന്നാണ് പറയുന്നത്. ഇമാസ്കുലേഷൻ, അതായത് ആന്തറിനെ റിമൂവ് ചെയ്യുക. ഒരു സിസേഴ്സ് പോലെയൊക്കെയുള്ള ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ആന്തറിനെ റിമൂവ് ചെയ്യുന്നതിനാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. Question number 3. When a heterozygous tall tea plant of F1 generation upon self-fertilization produces tall and dwarf phenotype, it proves the principle of dash. ശരിക്കും ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഒരു ഹെട്രോസൈഗസ് ടോൾ പീ പ്ലാന്റ് F1 ജനറേഷനിലാണ് ഉള്ളത്. F1 ജനറേഷനിലെ ഒരു പീ പ്ലാന്റിനെ, ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരു പീ പ്ലാന്റിനെ സെൽഫ് ഫെർട്ടിലൈസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന പ്രോജനീസ് ഒക്കെ ടോളും ഡ്വാർഫും ഫീനോടൈപ്സ് ആണ് എന്ന് വരുന്നു. അതായത് അവിടെ ചെയ്തിരിക്കുന്നത് ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ക്രോസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു ഹൈബ്രിഡിനെ സെൽഫ് ഫെർട്ടിലൈസ് ചെയ്തു. അപ്പോൾ കിട്ടുന്നത് ടോൾ ഫീനോടൈപ്പും ഡ്വാർഫ് ഉള്ളവരെയും കാണാൻ സാധിക്കും. ഇത് ഏത് പ്രിൻസിപ്പിൾ ആണ് പ്രൂവ് ചെയ്യുന്നത്? മെന്റലിന്റെ ഏത് പ്രിൻസിപ്പിൾ? ഫസ്റ്റ് ലോ ഓഫ് ഡോമിനൻസ് ഉണ്ട്, സെക്കൻഡ് ലോ ഓഫ് സെഗ്രിഗേഷൻ ഉണ്ട്, പിന്നെ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഉണ്ട്. ഇതിൽ ഏതിനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ഉത്തരം ലോ ഓഫ് സെഗ്രിഗേഷൻ ആണ്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് എന്താ പറയുക, ഇവിടെ ഒരു ഡോമിനന്റിനെ കിട്ടും, ടോൾ ഡോമിനന്റിനെയും റെസസീവ് ആയിട്ടുള്ളതിനെയും കിട്ടുന്നുണ്ട്. കാരണം ഇതാണ്, അവിടെ പ്യൂരിറ്റി ഓഫ് ഗാമേറ്റ്സ് അഥവാ ലോ ഓഫ് സെഗ്രിഗേഷൻ ആണ് ഇതിന് കാരണം. ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു ടോൾ ടീ പ്ലാന്റും മറ്റൊരു ഡ്വാർഫ് പീ പ്ലാന്റും നമ്മൾ ക്രോസ് ചെയ്തു. F1 പ്രോജനീസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും. എല്ലാവരും ടോൾ ഫീനോടൈപ്പ് ആയിരിക്കും കാണിക്കുക. അങ്ങനെയുള്ള രണ്ട് ടോൾ ഫീനോടൈപ്പ് ഉള്ള ഹെട്രോസൈഗസ് പ്ലാന്റ്സിനെ എടുത്ത്, അതായത് F1 ഹൈബ്രിഡിനെ സെൽഫ് ഫെർട്ടിലൈസ് ചെയ്തു. 4 ചെടികൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൽ ഒരെണ്ണം പ്യോർ ടി ആണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി, പ്യോർ ടോൾ ആണ്. ഒരെണ്ണം പ്യോർ ഷോർട്ട് ആണ്. 2 ഹൈബ്രിഡ് ആയിരിക്കും. ഇതാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിൽ വരുന്നത്, ലോ ഓഫ് സെഗ്രിഗേഷനിൽ കാണിക്കുന്നത്. പ്യൂരിറ്റി ഓഫ് ഗാമീറ്റ്സ് ആണ് ഇവിടെ വരുന്നത്. അടുത്തത്, മെന്റൽ ഫോർമുലേറ്റഡ് ദ ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമീറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ഡാഷ്. ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമീറ്റ്സ് എന്ന് പറയുന്നത് ലോ ഓഫ് സെഗ്രിഗേഷൻ തന്നെയാണ്. ലോ ഓഫ് സെഗ്രിഗേഷന്റെ മറ്റൊരു പേരാണ് ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമീറ്റ്സ്. ഇത് അദ്ദേഹം പ്രൂവ് ചെയ്തിരിക്കുന്നത് മോണോ ഹൈബ്രിഡ് ക്രോസ് ഉപയോഗിച്ചാണ്. അതായത് അദ്ദേഹം ഒരു ടോൾ പീ പ്ലാന്റിനെ എടുത്തു, ഒരു ഡ്വാർഫ് പീ പ്ലാന്റിനെ എടുത്തു. ഇവിടെ ക്രോസ് ചെയ്തു. അപ്പൊ നമുക്കൊരു F1 ഹൈബ്രിഡ് കിട്ടി. F1 ഹൈബ്രിഡിന്റെ പ്രത്യേകത എന്താണ്? F1 ഹൈബ്രിഡ് ടോൾ ആയിരിക്കും ഫീനോടൈപ്പ് എങ്കിലും ജീനോടൈപ്പ് നോക്കിയാൽ അതിൽ ക്യാപിറ്റൽ ടി ഉണ്ട്, സ്മോൾ ടി ഉണ്ട്.
ഇതിന്റെ ഗാമേറ്റ് എങ്ങനെ ഇരിക്കും? F1ന്റെ ഗാമേറ്റ് ക്യാപിറ്റൽ ടി ഉള്ള ഗാമേറ്റ് ഉണ്ടാകും, സ്മോൾ ടി ഉള്ള ഗാമേറ്റ് ഉണ്ടാകും. അതായത് F1 ഹൈബ്രിഡ് ഇപ്പോഴും ഗാമേറ്റ്സ് പ്യുവർ ആണ് എന്നാണ് കാണിക്കുന്നത്. ക്യാപിറ്റൽ ടി സ്മോൾ ടിയും തമ്മിൽ മിക്സ് ചെയ്ത് പുതിയൊരു സാധനമൊന്നും ഉണ്ടായിട്ടില്ല. ക്യാപിറ്റൽ ടി ആയിട്ട് നിലനിൽക്കുന്നു, സ്മോൾ ടി ആയിട്ട് നിൽക്കുന്നു. സോ ദിസ് ഈസ് കോൾഡ് ആസ് പ്യൂരിറ്റി ഓഫ് ഗാമേറ്റ്സ്. അപ്പൊ അദ്ദേഹം അത് പ്രൂവ് ചെയ്തത് മോണോ ഹൈബ്രിഡ് ക്രോസ് ഉപയോഗിച്ചാണ്. ഇതാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. ഇവിടെ നോക്കുക, നമുക്കൊരു മദർ ഗാമേറ്റ് സെല്ല് നോക്കുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി കാണാം. പക്ഷെ അതിൽ നിന്നുണ്ടാകുന്ന ഗാമേറ്റുകൾ എങ്ങനെയാണ്? രണ്ട് ടൈപ്പ് ഗാമേറ്റ് ഉണ്ടാകും. ഒന്ന് ക്യാപിറ്റൽ ടിയും മറ്റൊന്ന് സ്മോൾ ടിയുമായിട്ടുള്ള ഗാമേറ്റ്. അടുത്തത് എ ക്രോസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ഇൻടു സ്മോൾ എ ക്യാപിറ്റൽ ബി yields a genotypic ratio of dash. ഇവിടെ കിട്ടുന്ന ജീനോടിപ്പിക് റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആ ക്രോസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. ആ ക്രോസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ആ ക്രോസിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്? ആ ക്രോസിൽ കാണിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ കിട്ടാൻ പോകുന്ന ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ഈസ് ടു സ്മോൾ എ ക്യാപിറ്റൽ ബി. ഇവിടെ ക്രോസ് എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ഇവിടെ ക്രോസ് ഉണ്ടാകുന്ന സമയത്ത് രണ്ട് ടൈപ്പിലുള്ള ഇൻഡിവിജ്വൽസിനെ നമുക്ക് കാണാം. രണ്ട് ടൈപ്പിലുള്ള ജീനോടിപ്പിക് റേഷ്യോ കാണാം. അതാണ് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി സ്മോൾ എ ക്യാപിറ്റൽ ബി എന്നിട്ട് ജീനോടിപ്പിക്. പക്ഷെ 1:1 റേഷ്യോയിലാണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. ക്രോസ് ബുക്കിൽ എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അടുത്തത് in monohybrid cross, what is the ratio of homozygous dominant and homozygous recessive individuals in the F2 generation? F2 generation ആണ് ചോദിച്ചിരിക്കുന്നത്. ഹോമോസൈഗസ് ഡോമിനന്റും ഹോമോസൈഗസ് റെസസീവുമായിട്ടുള്ളവരെ തമ്മിൽ മെയ്റ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള റേഷ്യോ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ F1 ജനറേഷനിലെ ഹോമോസൈഗസ് ഡോമിനന്റിന്റെയും ഹോമോസൈഗസ് റെസസീവിന്റെയും നമ്പർ പറയാൻ. അപ്പൊ അത് എത്രയാണ്? നമുക്കറിയാം 1:2:1 ആണ്. അതിൽ 1 എന്ന് പറയുന്നത് ഹോമോസൈഗസ് ഡോമിനന്റും അവസാനത്തെ 1 എന്ന് പറയുന്നത് ഹോമോസൈഗസ് റെസസീവുമാണ്. അപ്പൊ അവിടെ റേഷ്യോ എത്ര കിട്ടും? 1:1 അല്ലെ? 1:1 ആണ്. അടുത്ത 7 ക്രോസ് ബിറ്റ്വീൻ റെസസീവ് ടു ഇറ്റ്സ് ഹൈബ്രിഡ് ഓർ ഇറ്റ്സ് F1 പാരന്റ് ഇസ് കോൾഡ് ആസ് ഡാഷ്. ഒരു റെസസീവ് പാരന്റിനെ എടുത്തിട്ട് ഒന്നെങ്കിൽ F1 ഹൈബ്രിഡിനോട് ക്രോസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു F1 ഒരു പാരന്റിനോട് F1ന്റെ പാരന്റുമായിട്ട് ക്രോസ് ചെയ്യാം. അപ്പൊ ഇതിൽ എന്താണ്? ഇത് എന്ത് ടൈപ്പ് ക്രോസ് ആണ്? ഒരു റെസസീവ് പാരന്റ് ഉൾപ്പെട്ടിരിക്കുന്ന ക്രോസ് എന്ന് പറയുന്നത് അത് ടെസ്റ്റ് ക്രോസ് ആണ്. ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നത് നമുക്കൊരു അൺനോൺ ജീനോടൈപ്പ് ഉള്ളൊരു പ്ലാന്റിനെ കിട്ടി. ആ പ്ലാന്റിന്റെ ജീനോടൈപ്പ് എന്താണ് എന്ന് കണ്ടുപിടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്ന്, റെസസീവ് പാരന്റും ഒരു ഹോമോസൈഗസ് ഡോമിനന്റ് ആയിട്ടുള്ള പാരന്റ് നമ്മൾ ക്രോസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് പ്രോജനി ഓൾ ടോൾ ആയിരിക്കും കിട്ടുക. എല്ലാവരും ടോൾ ആയിരിക്കും. അടുത്തത്, ഒരു റെസസീവ് പാരന്റും F1 ഹൈബ്രിഡ് നമ്മൾ ക്രോസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ രണ്ട് തരം പ്രോജനീസ് കിട്ടും. അതിൽ 50 ടോളും 50 ഷോർട്ടും ആയിരിക്കും. അതിന്റെ അർത്ഥം ഇവിടെ കിട്ടാൻ പോകുന്നതിൽ 50% ഹൈട്രോസൈഗസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസും 50% ഹോമോസൈഗസ് റെസസീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ കിട്ടും. അതാണ് 50-50 പ്രൊപ്പോർഷനിൽ കിട്ടുന്നതിന്റെ അർത്ഥം. അപ്പൊ രണ്ട് ടൈപ്പ് ടെസ്റ്റ് ക്രോസ് ഉണ്ട്. ഒന്ന് റെസസീവ് പാരന്റും ഹൈബ്രിഡുമായിട്ട്, മറ്റൊന്ന് റെസസീവ് പാരന്റും ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഹൈബ്രിഡും, ഒന്ന് റെസസീവ് പാരന്റും ഹോമോസൈഗസ് പാരന്റും തമ്മിലുള്ള കോമ്പിനേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8. What is the genotypic and phenotypic ratio of monohybrid test cross? മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസിന്റെ ഫീനോടിപ്പിക് ആൻഡ് ജീനോടിപ്പിക് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു സ്മോൾ ടി. എന്താണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി? F1 ഹൈബ്രിഡ് ആണ് അല്ലെ? മോണോ ഹൈബ്രിഡ് ആണ്. F1 ഹൈബ്രിഡും ഒരു റെസസീവ് പാരന്റും തമ്മിൽ ക്രോസ് ചെയ്താൽ 50% ടോളും 50% ഡ്വാർഫിനെയും നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ 1:1 ആണ് ഇതിന്റെ ആൻസർ.
അടുത്തത് ഡൈഹൈബ്രിഡ് ക്രോസ് പ്രൂവ്സ് ദ ലോ ഓഫ് ഡാഷ്. ഡൈഹൈബ്രിഡ് ക്രോസ് കൊണ്ട് എന്താണ് പ്രൂവ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു സെഗ്രിഗേഷൻ, ലോ ഓഫ് സെഗ്രിഗേഷൻ പ്രൂവ് ചെയ്യുന്നത് പ്യൂരിറ്റി ഓഫ് ഗാമീറ്റ്സ് ആണെന്ന് പറഞ്ഞു. ഇവിടെ ഡൈഹൈബ്രിഡ് ക്രോസ് കൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ആണ്. ഈ ഒരു ഫിഗർ നോക്കുക. ഇവിടെ ഡൈഹൈബ്രിഡ് ക്രോസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എടുത്തിട്ടുണ്ട് അല്ലെ, രണ്ട് ഡിഫറെന്റ് ഫീച്ചേഴ്സ് എടുത്തിട്ടുണ്ട്. ഒന്ന് സീഡിന്റെ ഷേപ്പും മറ്റൊന്ന് സീഡിന്റെ കളറും. ടു പെയർസ് ഓഫ് ക്യാരക്ടേഴ്സ് ടേക്കൺ. അതുകൊണ്ട് ഇതിനെ ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയും. ഡൈഹൈബ്രിഡ് ക്രോസിന്റെ ലാസ്റ്റ് F2 റേഷ്യോ എന്ന് പറയുന്നത് 9:3:3:1 ആണ്. അടുത്തത് how many types and in what ratio the gametes are produced by a dihybrid heterozygous. ഡൈഹൈബ്രിഡ് ഹെട്രോസൈഗസിന്റെ കേസിലാണ് നമ്മളോട് ചോദിച്ചിരുന്നത് how many types and in what ratio the gametes are produced. ഇതിന്റെ ആൻസർ നമ്മളോട് ചോദിച്ചേക്കുന്ന എത്ര ഗാമേറ്റ്സ് ഉണ്ടാക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡൈഹൈബ്രിഡ് ഹെട്രോസൈഗസ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? ഡൈഹൈബ്രിഡ് ഹെട്രോസൈഗസ് എന്ന് പറഞ്ഞാൽ ഇവിടെ n is equal to 4 എന്ന് നമ്മൾ എടുക്കണം. n is equal to 2. Dihybrid n 2 raised to n ആണ് number of gametes. Formula for number of gametes is 2 raised to n, where n is the number of heterozygous traits. Dihybrid cross എന്ന് പറയുമ്പോൾ ഇവിടെ heterozygous traitsന്റെ നമ്പർ 2 ആണ്. Therefore n is equal to 2. 2 raised to n is equal to 4. 4 gametes ഉണ്ടാകും. 4 types of gametes will be formed. അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 4 ഗാമേറ്റ്സും ഡിഫറെൻ്റ് ആയിരിക്കും. അതിന്റെ ഈക്വൽ പ്രപ്പോർഷനിലാണ് ഉണ്ടാകുന്നത്. സോ ദാറ്റ് റേഷ്യോ ഓഫ് ഗാമേറ്റ് ഫോംഡ് ഇസ് 1:1:1:1. അങ്ങനെ 4 വ്യത്യസ്ത ഗാമേറ്റുകൾ ഉണ്ടാകും. അടുത്തത് how many gametes are produced in F1 generation of a trihybrid. ട്രൈഹൈബ്രിഡ് ആണ് തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് ഗാമീറ്റ്സ് കാണാനുള്ള ഫോർമുലയാണ് 2 raised to n, where n is the number of heterozygous traits. ഇവിടെ n എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 2 raised to 3 എന്ന് പറയുന്നതിന്റെ ഉത്തരം 8 ആണ്. അടുത്തത് which genotype represents a true hybrid condition. ഈ ശരിക്കും ഒബ്സർവ് ചെയ്താൽ മതി. ഇതിൽ കൂടുതൽ കാൽക്കുലേഷന്റെ ആവശ്യമൊന്നുമില്ല. ഇതിലെ ട്രൂ ഡൈഹൈബ്രിഡ് ഏതാണ്? ഡൈഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ 2 ക്യാരക്ടേഴ്സും ഹൈബ്രിഡ് സ്റ്റേറ്റിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിൽ ഓപ്ഷൻ 3 ഒന്ന് നോക്കൂ. ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ മാത്രമാണ് ഒരു ട്രൂ ഡൈഹൈബ്രിഡ് എന്ന് പറയുന്നത്. അടുത്തത് മെൻഡീലിയൻ റേഷ്യോ 9:3:3:1 is due to dash. 9:3:3:1 എന്ന് പറയുന്ന ഡൈഹൈബ്രിഡ് റേഷ്യോ കിട്ടാനുള്ള കാരണം മെൻഡലിന്റെ 3ാമത്തെ ലോ ആണ്, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അടുത്തത് in a cross between a pure tall plant with green pod and a pure short plant with yellow pod, how many short plants are produced in F2 generation out of 16? അതിന്റെ ഉത്തരം എന്താണ്? ഇവിടെ ക്രോസ് ആണ് ചോദിച്ചിരിക്കുന്നത് നമ്മളോട്. ഒരു പ്യോർ tall plant with green pod and a short plant with yellow pod. Dihybrid cross ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. How many short plants are produced? നമുക്കറിയാം ഷോർട്ട് എന്ന് പറയുന്നത് ഒരു റെസസീവ് കണ്ടീഷൻ ആണ്. അതുപോലെ തന്നെ അത് എത്ര ഷോർട്ട് പ്ലാന്റ്സ് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ റെസസീവിന്റെ നമ്പേഴ്സ് മാത്രം നമ്മൾ കൂട്ടിയാൽ മതി. 9:3:3:1 അവസാനത്തെ 3യും അവസാനത്തെ 1ഉം ഡിനോട്ട് ചെയ്യുന്നത് ഷോർട്ട് പ്ലാന്റ്സിനെ ആയിരിക്കും. അപ്പൊ 3 + 1 4 ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. In a dihybrid cross between capital A, capital A, capital B, capital B, and small a, small a, small b, small b, the ratio of capital A, capital A, capital B, capital B, capital A, capital A, capital A, small b, small a, small a, capital B, small b, small a, small a, small b, small b. ഇതിൽ എന്താണ് ഈ ചോദിച്ചിരിക്കുന്നത്? ഇതൊരു ഡൈഹൈബ്രിഡ് ക്രോസ് ആണ് തന്നിരിക്കുന്നത്. നമ്മളോട് F2 ജനറേഷന്റെ റേഷ്യോ ആണ് കാണാൻ പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവര് ഹോമോസൈഗസ് പാരന്റ്സ് അല്ലേ? പാരന്റ്സിനെ ശ്രദ്ധിച്ച് ഡൈഹൈബ്രിഡ് ക്രോസിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പാരന്റ്സ്
ഹോമോസൈഗസ് ആയിട്ടുള്ള പാരൻസ് ആണ് അല്ലെ. 2 ട്രേറ്റ് ഉണ്ടെങ്കിലും ഹോമോസൈഗസ് പാരൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രോജനിയുടെ റേഷ്യോ 1:2:2:1 ആയിരിക്കും. അതായത് ഓപ്ഷൻ 3 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ 2 ഹോമോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷൻസ് വന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ വണ്ണും ഏറ്റവും അവസാനത്തെ വണ്ണും ഹോമോസൈഗസ് കണ്ടീഷൻസ് ആണ്. നടുവിലുള്ള 2 കണ്ടോ, അത് രണ്ടും ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ആയിരിക്കും. അടുത്തത് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി സ്മോൾ ബി, ക്യാപിറ്റൽ സി സ്മോൾ സി ജീനോടൈപ്പ് ഫോംസ് ഹൗ മെനി ടൈപ്സ് ഓഫ് ഗാമേറ്റ്സ്. ഇതിൽ എത്ര ടൈപ്പ് ഗാമേറ്റ്സ് ഉണ്ട് എന്നാണ് ചോദ്യം. ഇവിടെ ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് ഗാമേറ്റ്സ് കാണാനുള്ള ഫോർമുല 2n ആണ്, where n is the number of heterozygous traits. ഇവിടെ നോക്കിയാൽ 2 heterozygous traits ആണുള്ളത്. therefore n is equal to 4 എന്ന് വരും അല്ലെ. സോറി, n is equal to 2. അപ്പൊ 2 is equal to 4 ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് 17. Who discovered the results of Mendel's experiment? മെൻഡലിന്റെ എക്സ്പെരിമെന്റ് റീപബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ റീഡിസ്കവർ ചെയ്തത് ആരാണ്? അത് ഓപ്ഷൻ 1 ആണ്, ഡീവ്രീസ്, ഷെമാർക്ക് ആൻഡ് കൊറൻസ്. 3 പേര് ചേർന്നാണ് മെൻഡലിന്റെ എക്സ്പെരിമെന്റ്സ് റീഇൻവെന്റ് ചെയ്തത്. ഡീവ്രീസ്, ഷെമാർക്ക് ആൻഡ് കൊറൻസ്. Question number 18. In Mendel's experiment, color of seed coat, nature of flower, position of flower, color of pod, height of stem are called dash. ഇവിടെ തന്നിരിക്കുന്ന ക്യാരക്ടേഴ്സിനെ എന്താണ് പറയുന്നത്? ജീനോടൈപ്പ് എന്നാണോ, ഫീനോടൈപ്പ് എന്നാണോ, അലീൽസ് എന്നാണോ? ഈ തന്നിരിക്കുന്നതൊക്കെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ആണ് അല്ലെ. ഒരു പ്ലാന്റിന്റെ പുറമേ നിന്ന് കാണാൻ പറ്റുന്ന വിസിബിൾ, ഡയറക്ട്ലി ഒബ്സർവബിൾ ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ആണ് തന്നിരിക്കുന്നത്. സോ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ആർ കോൾഡ് ആസ് എ ജീനോടൈപ്പ്. ഈ തന്നിരിക്കുന്നത് കളറും നേച്ചറും പൊസിഷനും ഒക്കെ പറയുന്നതൊക്കെ നമ്മുടെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ആയതുകൊണ്ട് അതിന്റെ ആൻസർ ഓപ്ഷൻ 3 ഫീനോടൈപ്പ് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ജീനോടൈപ്പ്? ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷന് പറയുന്ന പേരാണ് ജീനോടൈപ്പ്. അത് നമുക്ക് പുറമേ നിന്ന് കാണാൻ സാധിക്കില്ല. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 19. ഇഫ് 120 plants are produced on crossing, if 120 plants are produced on crossing pure red and pure white flowered pea plants, then the ratio of offsprings will be dash. ഇവിടെ റേഷ്യോ ഓഫ് ക്യാപിറ്റൽ ബി സ്മോൾ ബി ഓഫ്സ്പ്രിങ്സ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. റേഷ്യോ ഓഫ് ദ ഓഫ്സ്പ്രിങ്സ് വിൽ ബി ഡാഷ്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഇവിടെ തന്നിരിക്കുന്നത് പ്യോർ റെഡും പ്യോർ വൈറ്റ് പ്ലാന്റ്സും തമ്മിലാണ് ക്രോസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓഫ്സ്പ്രിങ്ങിന്റെ റേഷ്യോ എത്രയാണ്? ഓഫ്സ്പ്രിങ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ബി സ്മോൾ ബി ആണ് ഓഫ്സ്പ്രിങ് ആയിട്ട് വരുന്നത്. അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. റേഷ്യോ ക്യാപിറ്റൽ ബി സ്മോൾ ബി ആണ് ഓഫ്സ്പ്രിങ്. കാരണം ക്യാപിറ്റൽ ആർ ഇൻറ്റു സ്മോൾ ആർ ആണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ക്യാപിറ്റൽ ആർ ഇൻറ്റു സ്മോൾ ആർ ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ F1 ഹൈബ്രിഡ് എങ്ങനെയിരിക്കും? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ് അല്ലെ. ഇവിടെ ഏത് ക്യാരക്ടർ ആണ് ഡോമിനന്റ്? റെഡ് ഫ്ലവേഴ്സ് ആണോ വൈറ്റ് ഫ്ലവേഴ്സ് ആണോ ഡോമിനന്റ്? റെഡ് ഫ്ലവേഴ്സ് ആണ് ഡോമിനന്റ്. അപ്പൊ ക്യാപിറ്റൽ ആർ സ്മോൾ ആറിന്റെ ഫീനോടൈപ്പ് എന്തായിരിക്കും? ഫീനോടൈപ്പ് റെഡ് ഫ്ലവർ ആയിരിക്കും അല്ലെ. അപ്പൊ കിട്ടുന്ന F1 ഇൻഡിവിജ്വൽസ് എല്ലാവരും ഓൾ റെഡ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4. ഇനി പീ പ്ലാന്റ്സ് were more suitable than cattle for Mendel's experiment because എന്തുകൊണ്ടാണ് മെന്റൽ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് പീ പ്ലാന്റ്സിനെ യൂസ് ചെയ്തത്? എന്തുകൊണ്ട് കാറ്റൽസിനെ അദ്ദേഹം യൂസ് ചെയ്തില്ല? ഇതിന്റെ ഉത്തരം ഇതാണ്. പീ പ്ലാന്റ്സ് സെൽഫ് ഫെർട്ടിലൈസിങ് ആണ്. they can be self fertilized. അതിന്റെ ലൈഫ് സ്പാൻ വളരെ ചെറുതാണ്. അപ്പോൾ പെട്ടെന്ന് ഒരുപാട് പ്രോജനീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ കാറ്റലിന്റെ കേസിൽ അങ്ങനെയല്ല, ലോങ് ലൈഫ് സ്പാൻ ആണ്. ആൻഡ് ക്രോസ് ഫെർട്ടിലൈസേഷൻ മാത്രമേ പറ്റൂ, സെൽഫ് ഫെർട്ടിലൈസേഷൻ പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റീസൺസ് കൊണ്ട് മെന്റൽ സെലക്ടഡ് പീ പ്ലാന്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An individual with two identical members
of a pair of genetic factor is called as. ഒരു ഇൻഡിവിജ്വലിന്റെ അകത്തുള്ള ജനറ്റിക് ഫാക്ടേഴ്സ്, എ പെയർ ഓഫ് ജനറ്റിക് ഫാക്ടേഴ്സ് ഐഡന്റിക്കൽ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഹെറ്ററോമോർഫിക്, ഹെറ്ററോസൈഗോട്ട്, ഹോമോമോർഫിക്, ഹോമോസൈഗോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹെറ്ററോ എന്ന വാക്കിന്റെ അർത്ഥം ഡിഫറെന്റ് ആണ്. അപ്പൊ ഓപ്ഷൻ 1ഉം 2ഉം അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി സംശയം ഓപ്ഷൻ 3ഉം 4ഉം തമ്മിലാണ്, കാരണം രണ്ടും തുടങ്ങുന്നത് ഹോമോ എന്ന വാക്കിലാണ്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കാം. ജനറ്റിക് ഫാക്ടേഴ്സ് ആണ് ഐഡന്റിക്കൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മോർഫിക് എന്ന് പറയുമ്പോൾ അത് ഫീനോടൈപ്പിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ ഓപ്ഷൻ 3ഉം തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ ഇൻഡിവിജ്വലിനെ പിന്നെ എന്താ പറയുന്നത്? ഹോമോസൈഗോട്ട് എന്നാണ്. കാരണം ഐഡന്റിക്കൽ ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് എ ഹോമോസൈഗോട്ട്. അടുത്തത്, 2 allelic genes are located on dash. മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അലീലിക് ജീൻസ് എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? അലീലിക് ജീൻസ് ദേ ആർ ലൊക്കേറ്റഡ് ഓൺ 2 ഹോമോലോഗസ് ക്രോമസോംസ്. അലീലിക് ജീൻസ് കാണുന്നത് ഹോമോലോഗസ് ക്രോമസോംസിന്റെ മുകളിലാണ്. ഹോമോലോഗസ് ക്രോമസോംസ്. അടുത്തത്, the percentage of AB gametes produced by capital A small a, capital B small b parent will be dash. എന്താണ് ഇതിന്റെ ഉത്തരം? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ എ സ്മോൾ എ, ക്യാപിറ്റൽ ബി സ്മോൾ ബി പാരന്റിൽ നിന്ന് ഉണ്ടാകുന്ന ഗാമേറ്റ്സ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ആ ഗാമേറ്റ്സ് ഒന്ന് എഴുതി നോക്കാം. എങ്ങനെ ഉണ്ടായിരിക്കും? 4 തരം ഗാമേറ്റ്സ് ഇവിടെ ഉണ്ടായിരിക്കും. ആ ഗാമേറ്റ്സ് ഇങ്ങനെയാണ്: ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, പിന്നെ അടുത്തത് ക്യാപിറ്റൽ എ സ്മോൾ ബി, അടുത്തത് സ്മോൾ എ ക്യാപിറ്റൽ ബി, അടുത്തത് സ്മോൾ എ സ്മോൾ ബി. അങ്ങനെ 4 ടൈപ്പ് ഗാമേറ്റ്സ് ഉണ്ടാകും. ഇതിന്റെ പ്രപ്പോർഷൻ എങ്ങനെയായിരിക്കും? 1:1:1:1. അതായത് ടോട്ടൽ 100 ആണെങ്കിൽ 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും ശതമാനം 25% അല്ലെ. സോ ദ പെർസെന്റേജ് വിൽ ബി 25. ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി അല്ലെ. രണ്ടാമത്തെ ഓപ്ഷൻ 25% ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ക്യാരക്ടേഴ്സ് ഓഫ് പീപോഡ്സ് were chosen by mentor? ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ചാടിക്കേറി ഓപ്ഷൻ 1 എഴുതാനുള്ള ചാൻസ് ഉണ്ട്. കറക്റ്റ് ആൻസർ 7 ആണെന്ന രീതിയിൽ. പക്ഷെ തെറ്റാണ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ് കേട്ടോ. ഓപ്ഷൻ 4 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അതായത് 2 ക്യാരക്ടേഴ്സ്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കാം. ഹൗ മെനി ക്യാരക്ടേഴ്സ് ഓഫ് പീ പോഡ് were chosen? പീ പ്ലാന്റ് ആണെങ്കിൽ 7 ക്യാരക്ടേഴ്സ് എടുത്തു. പീ പോഡിന്റെ എത്ര ക്യാരക്ടേഴ്സ് എടുത്തു? 2 ക്യാരക്ടേഴ്സ് എടുത്തിട്ടുള്ളൂ. അതായത് ഈ സീഡ് പോഡ് ഉണ്ടല്ലോ, ഗാർഡൻ പീയുടെ സീഡ് പോഡിന്റെ കളറും സീഡ് പോഡിന്റെ ഷേപ്പും, ഇത് രണ്ടും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ പോഡിന്റെ 2 ക്യാരക്ടേഴ്സ് were chosen. അടുത്തത്, Mendel's law of segregation is based on separation of alleles during dash. Law of segregation എന്താണ് പ്രൂവ് ചെയ്യുന്നത്? ലോ ഓഫ് സെഗ്രിഗേഷന്റെ മറ്റൊരു പേരാണ് പ്യൂരിറ്റി ഓഫ് ഗാമേറ്റ്സ് അല്ലെ. പ്യൂരിറ്റി ഓഫ് ഗാമേറ്റ്സ്. അപ്പൊ ലോ ഓഫ് സെഗ്രിഗേഷൻ എന്തിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്? ഗാമേറ്റ് ഫോർമേഷന്റെ സമയത്തുള്ള ഗാമേറ്റ് ഫോർമേഷന്റെ സമയത്തുള്ള അലീൽസിന്റെ സെപ്പറേഷനെ ബേസ് ചെയ്ത്. അടുത്ത ക്വസ്റ്റ്യൻ, when 2 hybrids capital T small t, capital R small r, capital T are crossed, the phenotypic ratio of offspring shall be dash. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഈ 2 പാരന്റ്സിനെ തന്നിട്ടുണ്ടല്ലോ, അവരിൽ നിന്ന് കിട്ടാവുന്ന ഗാമേറ്റ്സ് ഏതൊക്കെയാണെന്ന് എഴുതി നോക്കണം. അപ്പൊ ഫസ്റ്റ് പാരന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ആർ ആണ്. അദ്ദേഹത്തിൽ നിന്ന് എത്ര ഗാമേറ്റ്സ് ഉണ്ടാകും? 2 types of gametes will be formed. എന്തൊക്കെയാണ് ആ ഗാമേറ്റ്സ്? ക്യാപിറ്റൽ ടി സ്മോൾ ആർ അല്ലെ. 2 ടൈപ്പ് ഗാമേറ്റ്സ് ഉണ്ട്. സെക്കൻഡ് പാരന്റ് നോക്കുക, ക്യാപിറ്റൽ ആർ സ്മോൾ ടി. എത്ര ടൈപ്പ് ഗാമേറ്റ്സ് ഉണ്ടായിരിക്കും? ഇവിടെയും 2 ടൈപ്പ് ഗാമേറ്റ്സ് ആണ്. ഏതൊക്കെയാണ് ഗാമേറ്റ്സ്? ക്യാപിറ്റൽ ആർ സ്മോൾ ടി, സ്മോൾ ടി. ഇനി ഇതിനെ ക്രോസ് ചെയ്ത് നോക്കുക. ഈ 4 ഗാമേറ്റ്സിനെ ക്രോസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് 4 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജീനോ ടൈപ്പ് ഉള്ള ഇൻഡിവിജ്വൽസിനെ കിട്ടും. ഓക്കെ,
ഇവരുടെ റേഷ്യോ നമ്മളോട് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഫീനോടൈപ്പിന്റെ റേഷ്യോ ആണ്. 4 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓർഗാനിസത്തിനെ കിട്ടും. അത് 4ഉം ഓരോ ഈക്വൽ പ്രപ്പോർഷനിലായിരിക്കും കിട്ടുക. 1:1:1:1 എന്ന പ്രപ്പോർഷനിൽ ഈക്വൽ ആയിട്ട് കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 27. The allele which is unable to express its effect in the presence of another is called. മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ തന്റെ പ്രസൻസ് അറിയിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ പ്രകടിപ്പിക്കാൻ പറ്റാതെ പോയ അലീലിനെ വിളിക്കുന്ന പേരെന്താണ്? എന്താണത്? റെസസീവ് അലീലാണ് അല്ലെ? സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4, റെസസീവ് അലീൽ. അടുത്തത് which technique is used by Mendel for hybridization? മെന്റൽ എക്സ്പെരിമെന്റ്സ് നടത്തിയപ്പോൾ ഉപയോഗിച്ച ടെക്നിക് ഇതിൽ ഏതാണ്? ഇമാസ്കുലേഷൻ, ബാഗിംഗ്, പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ. ഇതിൽ മെന്റൽ 2 ടെക്നിക്സ് യൂസ് ചെയ്തു. ഒന്ന് ഇമാസ്കുലേഷനും മറ്റൊന്ന് ബാഗിങ്ങുമാണ്. അടുത്തത് ഡൈഹൈബ്രിഡ് പ്ലാന്റ്സ് ഫോംസ് ഹൗ മെനി ടൈപ്സ് ഓഫ് പോളൻ ഗ്രെയിൻസ്? എത്ര ടൈപ്പ് പോളൻ ഗ്രെയിൻസ് ഇവിടെ ഡൈഹൈബ്രിഡ് പ്ലാന്റ്സിൽ നിന്ന് ഉണ്ടാകും? ഡൈഹൈബ്രിഡ് നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് ഗാമേറ്റിന്റെ നമ്പർ തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് ഗാമേറ്റ്സ് കാണാനുള്ള ഫോർമുല 2n ആണ്, where n is the number of heterozygous traits. ഒരു ഡൈഹൈബ്രിഡ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ അവിടെ എത്ര ഹെറ്ററോസൈഗസ് ട്രേറ്റ്സ് ഉണ്ട്? 2 ഹെറ്ററോസൈഗസ് ട്രേറ്റ്സ് ഉണ്ട്. Therefore, here n is equal to 2. So, number of gametes formed will be 2 raised to n, which is equal to 2 raised to 2. The correct answer is 4. So, 4 types of pollen grains will be formed. അടുത്തത് question number 30. When flowers are unisexual, then emasculation is done in dash. Flowers unisexual ആണെങ്കിൽ emasculation എന്തിനാണ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, മെയിൽ പ്ലാന്റിലാണോ ചെയ്യുന്നത്, ഫീമെയിലാണോ ചെയ്യുന്നത്, അതോ രണ്ടിലും ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത് സെൽഫ് ഫെർട്ടിലൈസിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ ആന്തർ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. സെൽഫ് ഫെർട്ടിലൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാന്റിൽ തന്നെ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗനും ഉണ്ടാവണം. യൂണിസെക്ഷൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ there will be separate male flowers and separate female flowers. അങ്ങനെയുള്ള പ്ലാന്റിൽ സെൽഫ് ഫെർട്ടിലൈസേഷൻ നടക്കില്ല അല്ലെ, ഓൺലി പോസിബിലിറ്റീസ് ക്രോസ് ഫെർട്ടിലൈസേഷൻ. അതുകൊണ്ട് തന്നെ ഇവിടെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിന്റെ കേസിൽ ഇമാസ്കുലേഷന്റെ ആവശ്യം ഇല്ല. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4, none of these. അടുത്തത് how many plants are dihybrid in F2 generation of dihybrid cross? ഇവിടെ how many plants are dihybrid എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒരു F2 ജനറേഷനിലെ how many plants are dihybrid in F2 generation of dihybrid cross? ഇവിടെ 4 ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് നമുക്ക് കിട്ടും. 4ഉം ഡൈഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ 3. ദ കറക്റ്റ് ആൻസർ ഇസ് 4. Then question number 32. Mendel's conclusion was first published in which book? ഇവിടെ ചോദിച്ചിരിക്കുന്ന ബുക്കിന്റെ പേരാണ് നേച്ചർ ഫോർഷെൻഡർ വെറീൻ എന്നാണ് ആ ബുക്കിന്റെ പേര്. നേച്ചർ ഫോർഷെൻഡർ വെറീൻ. ദ ബുക്ക് ഇസ് കോൾഡ് ആസ്, ഇറ്റ്സ് എ ജേർണൽ ആക്ച്വലി. നേച്ചർ ഫോർഷെൻഡർ വെറീൻ എന്ന ബുക്കിലാണ് ആദ്യമായിട്ട് മെന്റലിന്റെ കണ്ടുപിടുത്തങ്ങൾ പബ്ലിഷ് ചെയ്തത്. അടുത്തത് when a plant has 2 alleles of contrasting character, it is called dash. 2 ജോഡി വിപരീത ഗുണങ്ങളുള്ള ചെടിയെ എന്താണ് വിളിക്കുന്നത്? when a plant has 2 alleles of contrasting character, അതിനെ പറയുന്ന പേര് ഹെട്രോസൈഗസ് ആയിട്ടുള്ള പ്ലാന്റ് എന്നാണ്. ഇവിടെ ഒരു പെയറാണ് തന്നിരിക്കുന്നത്, പക്ഷെ 2 കോൺട്രാസ്റ്റിംഗ് ആണ്. ഉദാഹരണം ടോൾ ഡ്വാർഫ് അല്ലെ, ഗ്രീൻ റൗണ്ട്, ഗ്രീനും യെല്ലോയും, റൗണ്ടും റിങ്കിൾഡും. ഇതൊക്കെയാണ് ഹെട്രോസൈഗസ് എന്ന് പറയുന്നത്. ഹെട്രോസൈഗസ്. അടുത്തത് ഫ്രം എ സിംഗിൾ ഇയർ ഓഫ് കോൺ a farmer planted 200 kernels which produce 140 tall and 40 short plants. The genotype of these offsprings were most likely dash. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്
ഒരു ഫാമറിന് കുറെ ചെടികൾ അദ്ദേഹം വളർത്തി. അതിൽ നിന്ന് അദ്ദേഹത്തിന് 140 ടോൾ പ്ലാന്റ്സും 140 ഷോർട്ട് പ്ലാന്റ്സും കിട്ടും. അപ്പൊ ഇവരുടെ ജീനോടൈപ്പ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജീനോടൈപ്പ് എങ്ങനെയായിരിക്കും? 140 ടോളും 40 ഷോർട്ട് എന്ന് പറയുമ്പോൾ ടോൾ അവിടെ രണ്ട് തരത്തിൽ വരാം. ഒന്നെങ്കിൽ ഹോമോസൈഗസ് ടോളും മറ്റൊന്ന് ഹെട്രോസൈഗസ് ടോളും വരാം അല്ലെ. അതുകൊണ്ടാണ് അത്രയും വലിയ നമ്പർ വരാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ടി സ്മോൾ ടി. അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 35. Heterozygous tall plants were crossed with dwarf plants. What will be the ratio of dwarf plants in the progeny? ഇവിടെ ആൻസർ എന്തായിട്ട് വരും? Heterozygous tall plants were crossed with dwarf plants. എന്ന് പറയുമ്പോൾ ഇവിടെ ക്രോസ് എങ്ങനെയാണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി, അതാണ് ഹെട്രോസൈഗസ് ആയിട്ടുള്ള ടോൾ പ്ലാന്റ്. ക്യാപിറ്റൽ ടി സ്മോൾ ടി അതിനെ ഡ്വാർഫ് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഡ്വാർഫിന്റെ ജീനോടൈപ്പ് എന്തായിരിക്കും? സ്മോൾ ടി അല്ലെ. ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു സ്മോൾ ടി. വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ഡ്വാർഫ് പ്ലാന്റ്സ് ഇൻ ദ പ്രോജനി? ഇവിടെ ഡ്വാർഫ് പ്ലാന്റ്സിന്റെ റേഷ്യോ എന്തായിട്ട് വരും? ഇവിടെ ആൻസർ വരുന്നത് ഇതൊരു ടെസ്റ്റ് ക്രോസ് ആണ്. ഒരു ഹോമോസൈഗസ് റെസസീവ് പാരന്റും ഒരു ഹൈബ്രിഡും തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ 50 ടോളും 50 ഷോർട്ടും കിട്ടും അല്ലെ. അതായത് ഇവിടെ 50% ഡ്വാർഫ് പ്ലാന്റ്സ് ആയിരിക്കും. ഇതൊരു ടെസ്റ്റ് ക്രോസ് ആണ്. ഇനി എ പ്യോർ ടോൾ പ്ലാന്റ് ക്യാൻ ബി ഡിഫറൻഷിയേറ്റഡ് ഫ്രം എ ഹൈബ്രിഡ് ടോൾ പ്ലാന്റ്. എങ്ങനെ നമുക്ക് ഹൈബ്രിഡും പ്യോറും തമ്മിൽ തിരിച്ചറിയാൻ പറ്റും? ഇവർ തമ്മിൽ സെൽഫ് ഫെർട്ടിലൈസ് ചെയ്യാൻ വിടുക. സെൽഫ് ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ കിട്ടുന്ന പ്രോജനീസ് എല്ലാം ടോൾ ആണെങ്കിൽ ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. All plants are tall after self pollination. അപ്പൊ എന്തായിരിക്കും? F1 ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും ടോൾ ആണ് അല്ലെ. If all plants are tall after self pollination, we can differentiate a hybrid അല്ലെ. If the cells of an organism heterozygous for two pairs of genes represented by capital A small a, capital B small b undergoes meiosis, then the possible genotypic combination of gametes will be dashed. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹെട്രോസൈഗസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെ ടൈപ്പ് ജീനോടൈപ്സ് നമുക്ക് ഇവിടെ കിട്ടും? എന്തൊക്കെ ടൈപ്പ് ഗാമേറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടുമെന്ന് ആദ്യം നോക്കാം. ഇവിടെ നമ്പർ ഓഫ് ഗാമേറ്റ്സ് എന്ന് പറയുന്നത് 2n which is equal to 4 because n എന്ന് പറയുന്നത് ഇവിടെ ഡൈ ഹൈബ്രിഡ് ആയതുകൊണ്ട് എന്നിന്റെ നമ്പർ 2 ആണ്. അപ്പൊ 2 എന്ന് പറയുന്നത് 4 ആണ്. There will be 4 types of gametes. ഏതൊക്കെയാണ് ഗാമേറ്റ്സ് വരുന്നത്? ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ എ സ്മോൾ ബി, സ്മോൾ എ ക്യാപിറ്റൽ ബി, സ്മോൾ എ സ്മോൾ ബി. അങ്ങനെ 4 ടൈപ്പ് ഗാമേറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടും. അടുത്തത് allele is the dash. Alternate form of a gene pair is called as allele. ഉദാഹരണത്തിന് tall dwarf, round wrinkled, yellow green. ഇതൊക്കെയാണ് അലീൽസ് എന്ന് പറയുന്നത്. കാരണം ഒരേ ജീൻ പെയറിന്റെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന്റെ തന്നെ ഓൾട്ടർനേറ്റ് ഫോംസ് ആണ് ഇവിടെ വരുന്നത്. ടോളും ഡ്വാർഫും എന്ന് പറയുന്നത് പ്ലാൻ ഹൈറ്റ് എന്ന ക്യാരക്ടറിന്റെ 2 ഓൾട്ടർനേറ്റീവ് ഫോംസ് ആണ്. അടുത്തത് റെഡ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും. ഫ്ലവർ കളർ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ 2 ഓൾട്ടർനേറ്റീവ് ഫോംസ് ആണ് റെഡും വൈറ്റും. റൗണ്ടും റിങ്കിൾഡും ഇത് സീഡിന്റെ ഷേപ്പിനെ സംബന്ധിച്ച ക്യാരക്ടറാണ്. സീഡ് ഷേപ്പ് അവിടുത്തെ 2 ഓൾട്ടർനേറ്റിംഗ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സ് ആണ് റൗണ്ടും റിങ്കിൾഡും. അപ്പോൾ അലീൽ എന്ന് പറയുന്നത് ദേ ആർ ദ ഓൾട്ടർനേറ്റ് ഫോം ഓഫ് എ ജീൻ പെയർ. അടുത്തത് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇസ് റെപ്രസെന്റഡ് ബൈ ഡാഷ്. ഒരു ഇൻഡിവിജ്വലിന്റെ ജനറ്റിക് മേക്കപ്പ് അല്ലെങ്കിൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? അതിനെ ജീനോടൈപ്പ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ ഫീനോടൈപ്പ്? വിസിബിൾ ക്യാരക്ടേഴ്സ് അല്ലെ, മോർഫോളജിക്കൽ ഫീച്ചേഴ്സിനെയാണ് നമ്മൾ ഫീനോടൈപ്പ് എന്ന് വിളിക്കുന്നത്. ജീൻസ് ഡു നോട്ട് ഓക്കർ ഇൻ പെയേഴ്സ് ഇൻ ഡാഷ്. ഗാമേറ്റിൽ മാത്രമാണ് ജീൻസ് പെയേർഡ് അല്ലാതെ
സിംഗിൾ ആയിട്ട് ഹാപ്ലോയിഡ് സെറ്റിൽ കാണാൻ പറ്റുന്നത്. ജീൻസ് ഡു നോട്ട് ഓക്കർ ഇൻ പെയർസ് ഇൻ ഗാമീറ്റ്സ്. സൈഗോട്ടിൽ ഡിപ്ലോയിഡ് ആണ്, സൊമാറ്റിക്സിൽ ഡിപ്ലോയിഡ് ആണ്, എംബ്രിയോയിൽ ഡിപ്ലോയിഡ് ആണ്. ഗാമീറ്റ്സ് മാത്രമാണ് ഹാപ്ലോയിഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ജീൻസ് പെയറിൽ അല്ലാതെ കാണുന്നത്, ജോഡിയായിട്ടല്ലാതെ കാണുന്നത് ഗാമീറ്റിൽ മാത്രമാണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4. അടുത്തത്, like begets like. An important and universal phenomenon of life is due to dash. അതായത് നമ്മൾ നമ്മുടെ പാരൻസിനെ റിസംബിൾ ചെയ്താണ് ഇരിക്കുന്നത്. നമ്മുടെ പാരൻസ് അവരുടെ പാരൻസിനെ പോലെയാണ് ഇരിക്കുന്നത്. ഇതാണ് ലൈക്ക് ബിഗറ്റ്സ് ലൈക്ക്. എന്താണോ അതിനെ പോലെ തന്നെയുള്ളത് നമുക്ക് കിട്ടും എന്ന് പറയുന്നത്. ഇതെന്താണ് ഇതിന്റെ കാരണം? ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് ആണ്, പാരമ്പര്യം അല്ലെ, ഇൻഹെറിറ്റൻസ്. Then, how many types of gametes are expected from the organism with a genotype capital A, capital A, capital B, capital B, capital C, capital C? Very good question. Number of gametes എന്ന് പറയുന്നത്, what is the formula for number of gametes? 2 raised to n. What is n? n is the number of heterozygous traits. എത്ര heterozygous traits ഉണ്ടോ അതാണ് n. ഈ ഒരു ജീനോടൈപ്പിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക. ഇതിൽ ഏതെങ്കിലും പെയർ എയോ ബിയോ സിയോ ആരെങ്കിലും ഹെട്രോസൈഗസ് ആയിട്ടുണ്ടോ? ഇല്ല, എല്ലാം ഹോമോസൈഗസ് ആണ് അല്ലെ. സോ നമ്പർ ഓഫ് ഹെട്രോസൈഗസ് ട്രേറ്റ്സ് ഇൻ ദിസ് കേസ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഗാമീറ്റ്സിന്റെ ഫോർമുല എങ്ങനെ വരും? 2 raised to n-ല് n 0 ആകുമ്പോൾ 2 raised to 0 എന്ന് വരും. എനി നമ്പർ raised to 0യുടെ വാല്യൂ വിൽ ബി ഓൾവേസ് 1. സോ 2 raised to 0 എന്ന് പറയുന്നത് 1 ആണ്. 2 raised to 0 is equal to 1. സോ ദ നമ്പർ ഓഫ് ഗാമീറ്റ്സ്, ആകെ ഒരേ ഒരു ടൈപ്പ് ഗാമീറ്റ് ഇവിടെ നിന്ന് ഫോം ചെയ്യുന്നുള്ളൂ. ആ ഗാമീറ്റ് എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി. അടുത്തത്, അക്കോർഡിംഗ് ടു മെന്റലിസം which character is showing dominance? According to mentalism, which character is showing dominance? Okay, ഇവിടെ നോക്കുക, terminal position of the flower, then green color in seed coat, wrinkled seeds, green pod color. ഇതിൽ ഏതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ടെർമിനൽ പൊസിഷൻ ഓഫ് ദ ഫ്ലവർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇതൊരു റെസസീവ് ക്യാരക്ടർ ആണ് അല്ലെ. ടെർമിനൽ പൊസിഷൻ ഓഫ് ദ ഫ്ലവർ. അക്കോർഡിംഗ് ടു മെന്റൽ വിച്ച് ക്യാരക്ടർ ഇസ് ഷോയിങ് ഡോമിനൻസ് എന്നാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. ടെർമിനൽ പൊസിഷൻ ഓഫ് ദ ഫ്ലവർ ഇസ് എ റെസസീവ് ക്യാരക്ടർ. അടുത്തത്, ഗ്രീൻ കളർ ഇൻ സീഡ് കോട്ട്, അതൊരു റെസസീവ് ക്യാരക്ടർ ആണ്. അടുത്തത്, റിങ്കിൾഡ് സീഡ്സ്, റിങ്കിൾഡ് സീഡ്സ് ഇസ് എ റെസസീവ് ക്യാരക്ടർ. ഗ്രീൻ പോഡ് കളർ എന്ന് പറയുന്നത് മാത്രമാണ് ഇവിടെ ഡോമിനന്റ് ആയിട്ട് വരുന്നത്. ഗ്രീൻ കളർ ഇൻ സീഡ് കോട്ട് ഇവിടുത്തെ റെസസീവ് ക്യാരക്ടർ ആണ്. ഗ്രീൻ കളർ ഇൻ സീഡ് കോട്ട്, സീഡിന്റെ കോട്ട് ഗ്രീൻ കളർ എന്ന് പറയുന്നത് റെസസീവ് ആണ്. ഗ്രീൻ കളർ പോഡ് ഒരു ഡോമിനന്റ് ക്യാരക്ടർ ആണ്. ഇവിടെ ആളുകൾക്ക് സംശയം വരുന്നത് ഓപ്ഷൻ 2ഉം 4ഉം തമ്മിൽ മാത്രമായിരിക്കും സംശയം വരിക കേട്ടോ. ഇനി അടുത്തത്, അടുത്ത question number 44. Due to the cross between capital T, capital R, small r into small t, small r, the resultant progeny showed how many % plants would be tall റെഡ് ഫ്ലവേഴ്സ്. ഇവിടെ നമ്മൾ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇതൊരു ടെസ്റ്റ് ക്രോസ് അല്ലേ തന്നിരിക്കുന്നത്? ഇതൊരു ടെസ്റ്റ് ക്രോസ് ആണ്. കാരണം എങ്ങനെ ടെസ്റ്റ് ക്രോസ് ആണെന്ന് മനസ്സിലായി? അതില് ഒരെണ്ണം എന്ന് പറയുന്നത് റെസസീവ് പാരന്റ് ആണ്. അപ്പൊ ഇതൊരു ടെസ്റ്റ് ക്രോസ് ആണ്. ടെസ്റ്റ് ക്രോസില് ഒരു ഇൻഡിവിജ്വൽ, ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരാള് ഹെട്രോസൈഗസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നതില് ഹാഫ് ആയിരിക്കും. 50 റെസസീവും 50 ഡോമിനന്റ് ഉള്ളതാണ് കിട്ടുക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടോൾ റെഡ് ഫ്ലവേഴ്സ് എത്ര ഉണ്ടാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോൾ എന്ന് പറയുന്നത് ഡോമിനന്റ് ആണ്, റെഡ് എന്ന് പറയുന്നത് ഡോമിനന്റ്. അപ്പൊ ടോൾ റെഡ് എന്ന് പറയുന്നത് ഡോമിനന്റ്
50% ആയിരിക്കും. ഇതൊരു ടെസ്റ്റ് ക്രോസ് ആയതുകൊണ്ട്. അടുത്തത്, മെൻഡൽ ഒബ്റ്റെയിൻ wrinkled സീഡ്സ് ഇൻ പീ ഡ്യൂ ടു deposition of sugars instead of starch. It was due to which enzyme? ഏത് എൻസൈമിന്റെ ആബ്സെൻസ് കൊണ്ടാണ് റിങ്കിൾഡ് സീഡ്സ് കിട്ടിയത്? സാധാരണ റൗണ്ട് സീഡ്സ് ആണ് കിട്ടേണ്ടത്, പക്ഷെ പ്രത്യേക സാഹചര്യത്തിൽ റിങ്കിൾഡ് സീഡ്സ് ഉണ്ടായി. ഇതിന് കാരണം എന്താണ്? ഇറ്റ് ഇസ് ഡ്യൂ ടു ദ ഡെപ്പോസിഷൻ ഓഫ് ഷുഗർ ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാർച്ച്. ഇറ്റ് ഇസ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് സ്റ്റാർച്ച് ബ്രാഞ്ചിങ് എൻസൈം. സ്റ്റാർച്ച് ബ്രാഞ്ചിങ് എൻസൈം ഇല്ലാത്തത് കൊണ്ടാണ് സ്റ്റാർച്ചിന് പകരം ഷുഗർ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടത്. സോ ദ സീഡ്സ് ബിക്കെയിം wrinkled. A gene is said to be dominant if dash. A gene is said to be dominant if dash. എപ്പോഴാണ് ഒരു ജീനിനെ നമ്മൾ ഡോമിനന്റ് എന്ന് വിളിക്കുന്നത്? അത് ഹോമോസൈഗസ് കണ്ടീഷനിലും എക്സ്പ്രസ് ചെയ്യണം, ഹെട്രോസൈഗസ് കണ്ടീഷനിലും എക്സ്പ്രസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അത് ഡോമിനന്റ്. എപ്പോഴാണ് അത് റെസസീവ് എന്ന് വിളിക്കുന്നത്? ഹോമോസൈഗസ് ആണെങ്കിൽ മാത്രം എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും അത് ഒരു റെസസീവ് ട്രേറ്റ് ആണ്. ഇവിടെ ഡോമിനന്റ് ആണെന്ന് പറയണമെങ്കിൽ അത് ഹോമോസൈഗസ് ആയിരിക്കുമ്പോഴും എക്സ്പ്രസ് ചെയ്യും, ഹെട്രോസൈഗസ് ആയിരിക്കുമ്പോഴും എക്സ്പ്രസ് ചെയ്യും. A plant of F1 generation with genotype capital A, capital B, small b, capital C. On selfing of this plant, what is the phenotypic ratio in F2 generation? F2 ജനറേഷനിലെ റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇതിൽ ഒരു ട്രേറ്റ് മാത്രമാണ് ഹെട്രോസൈഗസ് ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് ബിയുടെ ട്രേറ്റ് മാത്രമാണ് ഇവിടുത്തെ ഹെട്രോസൈഗസ് ട്രേറ്റ്. അപ്പോൾ ഗാമീറ്റ്സിന്റെ റേഷ്യോ എത്രയാണ്? 2:1 which is equal to 2. ആകെ 2 ടൈപ്പ് ഗാമേറ്റ്സ് ഇവിടെ ഉണ്ടാകുന്നുള്ളൂ. ആ 2 ടൈപ്പ് ഗാമേറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സിയും ക്യാപിറ്റൽ എ, സ്മോൾ ബി, സ്മോൾ സി ഉള്ള 2 ടൈപ്പ് ഗാമേറ്റ്സേ ആകെ ഫോം ചെയ്യുന്നുള്ളൂ. ഇതിൽ നിന്ന് 4 തരം ഇൻഡിവിജ്വൽസ് ഉണ്ടാകും. അതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര പേരാണ്? ഇവിടെ ഫീനോട്ടിപ്പിക് റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഫീനോട്ടിപ്പിക് റേഷ്യോ എടുക്കുകയാണെങ്കിൽ ജീനോട്ടിപ്പിക് റേഷ്യോ 4 ടൈപ്പ്, ഫീനോട്ടിപ്പിക് റേഷ്യോ ഇവിടെ വരുന്നത് 3:1 ആണ് അല്ലെ? 3:1 ആയിട്ടുള്ള, അതായത് മോണോഹൈബ്രിഡ് ക്രോസ് പോലെ തന്നെ വരും അല്ലെ? മോണോഹൈബ്രിഡ് ക്രോസ് പോലെ തന്നെ വരും. ഇവിടെ 4 ടൈപ്പ് ഇൻഡിവിജ്വൽസ് ഫോം ചെയ്യും. 1:2, 2:1 പ്രപ്പോർഷൻ ആണ്. അതിൽ ജീനോട്ടിപ്പിക് റേഷ്യോ ആണ് 1:2:1, ഫീനോട്ടിപ്പിക് റേഷ്യോ 3:1 ആയിട്ട് തന്നെ കിട്ടും. മോണോഹൈബ്രിഡ് ക്രോസ് പോലെ തന്നെ ഇരിക്കും. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ട്രേറ്റ്സ് ഓഫ് ഗാർഡൻ ട്രീ സ്റ്റഡീഡ് ബൈ മെൻഡൽ വാസ് എ റെസസീവ് ഫീച്ചർ? താഴെ തന്നിരിക്കുന്ന റെസസീവ് ഫീച്ചർ ഏതാണ്? ഇതിൽ ആക്സിയൽ ഫ്ലവർ പൊസിഷൻ എന്ന് പറയുന്നത് ഡോമിനന്റ് ട്രേറ്റ് ആണ്. ഗ്രീൻ സീഡ് കളർ റെസസീവ് ട്രേറ്റ് ആണ്. ഗ്രീൻ പോഡ് കളർ ഡോമിനന്റ് ട്രേറ്റ് ആണ്. റൗണ്ട് സീഡ് ഡോമിനന്റ് ആണ്. അതുപോലെ യെല്ലോ സീഡും ഡോമിനന്റ് ആണ് കേട്ടോ. ഇപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇതിൽ റെസസീവ് ട്രേറ്റ് ഏതാണ്? യെല്ലോ സീഡ് ഡോമിനന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഗ്രീൻ സീഡ് ആണ് ഇവിടുത്തെ റെസസീവ് ട്രേറ്റ്. യെല്ലോ സീഡ് ഡോമിനന്റ് ആണെങ്കിൽ ഗ്രീൻ സീഡ് ആണ് റെസസീവ് ട്രേറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. How is the arrangement of Mendel's selected 7 characters on 4 chromosomes? ഇത് ബൈ ഹാർട്ട് പഠിക്കുക, അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. ക്രോമസോം നമ്പർ 1 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ക്രോമസോം നമ്പർ 4 3 എണ്ണം, ക്രോമസോം നമ്പർ 5 1 എണ്ണം, ക്രോമസോം നമ്പർ 7 1 എണ്ണം. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. 2 in chromosome number 1, 3 in chromosome number 4, 1 in chromosome number 5, and 1 in chromosome number 7. അടുത്തത്, when 2 different genotypes produce the same phenotype due to environmental difference, then each one is known as dash. ശരിക്കും ഒന്ന് വായിച്ചു നോക്കി. 2 ഡിഫറെന്റ് ജീനോടൈപ്സ് ആണ്, പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവര് 2 പേരും ഒരു പ്രത്യേക എൻവയോൺമെന്റൽ കണ്ടീഷനിൽ ഒരേ ഫീനോടൈപ്പ് എക്സ്പ്രസ് ചെയ്യുന്നു. 2 ഡിഫറെന്റ് ജീനോടൈപ്സ് ആയിരുന്നു, പക്ഷെ ഒരേ ഫീനോടൈപ്പ് എക്സ്പ്രസ് ചെയ്യുന്നു. ഈ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് ഫീനോകോപ്പി. 2 different genotypes producing the same phenotype due to environmental differences called as phenocopy. അടുത്തത്, when a red flower homozygous pea plant
is crossed with a white flower plant, what color is produced in F1? ശരിക്കും ഒന്ന് വായിച്ചു നോക്കി. ഹോമോസൈഗസ് പീ പ്ലാന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഒരെണ്ണം റെഡ് ഫ്ലവറും ഒരെണ്ണം വൈറ്റ് ഫ്ലവറും. അപ്പൊ നമ്മളത് എങ്ങനെ ക്രോസ് ചെയ്യും? ക്യാപിറ്റൽ ആർ ഇൻറ്റു സ്മോൾ ആർ നമുക്ക് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്തുമ്പോൾ F1 എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ആർ ആണ് അല്ലെ. ക്യാപിറ്റൽ ആറിന്റെ ഫീനോടൈപ്പ് എന്താ? ഫീനോടൈപ്പ് എന്ത് കളർ ആയിരിക്കും? റെഡ് കളർ ആയിരിക്കും. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 1 റെഡ്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എ ഹോമോസൈഗസ് ടോൾ പ്ലാന്റ് ഇസ് ക്രോസ്ഡ് വിത്ത് എ ഹോമോസൈഗസ് ഡ്വാർഫ് പ്ലാന്റ്, then what shall be the percentage of dwarfing in offsprings? ഒരു ഹോമോസൈഗസ് ടോൾ പ്ലാന്റ് ഇസ് ക്രോസ്ഡ് വിത്ത് എ ഹോമോസൈഗസ് ഡ്വാർഫ് പ്ലാന്റ്. അതായത് ക്യാപിറ്റൽ ടീനെ സ്മോൾ ടി വെച്ച് ക്രോസ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്ന F1 പ്രോജനി എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും അല്ലെ. അപ്പൊ വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് പ്ലാന്റ്സ് ഇൻ ദ ഓഫ്സ്പ്രിങ്സ്? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഹെട്രോസൈഗസ് ടോൾ ആയിരിക്കും. ഓക്കെ, ഓൾ വിൽ ബി ഹെട്രോസൈഗസ് ടോൾ. സോറി, ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 50% ആണ് കേട്ടോ. ഇവിടുത്തെ ആൻസർ 50% ആണ്. അതായത് ഇവിടെ നമ്മളോട് തന്നിരിക്കുന്നത് ഹെട്രോസൈഗസ് ടോൾ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇതൊരു ടെസ്റ്റ് ക്രോസ് ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ക്യാപിറ്റൽ ടി സ്മോൾ ടിയും തമ്മിലാണ് ഇവിടെ ക്രോസ് നടത്തിയിരിക്കുന്നത്. ഇതൊരു ഹെട്രോസൈഗസ് പ്ലാന്റും അതിന്റെ റെസസീവ് പാരന്റും തമ്മിൽ ക്രോസ് ചെയ്തു. ഇപ്പോൾ ഇതൊരു ടെസ്റ്റ് ക്രോസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓഫ് സ്പ്രിങ്ങിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 50% ടോളും 50% ഡ്വാർഫുമായിരിക്കും. 1:1 റേഷ്യോ. So the correct answer is option 4, 50%. അടുത്തത്, ഇനി ഹോമോസൈഗസ് ടോൾ പ്ലാന്റ് ഇസ് ക്രോസ്ഡ് വിത്ത് എ ഡ്വാർഫ് പ്ലാന്റ്. ഹോമോസൈഗസ് ടോൾ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി. അതിനെ ഒരു ഡ്വാർഫുമായിട്ട് ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്മോൾ ടി. ക്യാപിറ്റൽ ടി ഇൻറ്റു സ്മോൾ ടി ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓഫ്സ്പ്രിങ്സ് എങ്ങനെയായിരിക്കും? അതായത് F1 ഹൈബ്രിഡ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. F1 ഹൈബ്രിഡ് എങ്ങനെയാണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലെ. ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പൊ ഓൾ ഹെട്രോസൈഗസ് ടോൾ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഇനി അടുത്തത്, ഹൗ മെനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സ് ക്യാൻ ബി ഫോംഡ് ബൈ F1 progeny resulting from following ക്രോസ്? ഈ ക്രോസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഒരാൾ ഡോമിനന്റും ഒരാൾ റെസസീവുമാണ് അല്ലെ. അപ്പൊ ഇവിടെ എത്ര പ്രോജനീസ് ഉണ്ടായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവരുടെ F1 ഹൈബ്രിഡിനെ ആദ്യം കണ്ടുപിടിക്കണം. F1 ഹൈബ്രിഡിന്റെ ഗാമേറ്റ്സിന്റെ നമ്പർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് പെട്ടെന്ന് നോക്കിയാൽ ഗാമേറ്റിന്റെ നമ്പർ കാണാൻ പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഇതില് എല്ലാവരും ഹോമോസൈഗസ് ആണല്ലോ, അപ്പോൾ N=0 അങ്ങനെ വിചാരിക്കും. പക്ഷെ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന F1ന്റെ ഗാമേറ്റിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്, പാരന്റിന്റെ ഗാമേറ്റിനെ കുറിച്ചല്ല. F1ന്റെ ജീനോടൈപ്പ് എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി ഹെട്രോസൈഗസ്. ദർ വിൽ ബി 3 ഹെട്രോസൈഗസ് ട്രേറ്റ്സ്. അപ്പൊ N=3 ആണ് ഇവിടെ. 2n, that is 2^3, which is equal to 8. 8 different type of gametes will be produced by the F1 progeny. അടുത്തത്, law of independent assortment of Mendel was proved by dash. law of independent assortment മൂന്നാമത്തെ ലോ ആണ് അല്ലെ, law of independent assortment. ഇതിന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഏത് ക്രോസ് ആണ് ഉപയോഗിക്കേണ്ടത്? അത് പ്രൂവ് ചെയ്യാൻ ഡൈഹൈബ്രിഡ് ക്രോസ് ആണ് വേണ്ടത്. അടുത്തത്, മെൻഡൽ ഡസ് നോട്ട് സെലക്ട് വിച്ച് ക്യാരക്ടർ ഇൻ ദ എക്സ്പെരിമെന്റ്. മെൻഡൽ ടോട്ടൽ 7 ക്യാരക്ടേഴ്സ് ആണ് യൂസ് ചെയ്തത്. അതിൽ മെൻഡൽ സെലക്ട് ചെയ്യാത്ത ക്യാരക്ടർ ഇതിൽ ഏതാണ്? പ്ലാൻ ഹൈറ്റ് ഉണ്ടോ? ടോളും ഡോർഫും പ്ലാൻ ഹൈറ്റ് അല്ലേ, അപ്പൊ അത് മെൻഡൽ സെലക്ട് ചെയ്താണ്. പ്ലാൻ കളർ അത് സെലക്ട് ചെയ്തിട്ടില്ല. പോഡ് ഷേപ്പ് ഉണ്ടല്ലേ, അതുണ്ട്. പോഡ് ഷേപ്പ് റൗണ്ട് റിങ്കിൾഡ് ഒക്കെ ഉണ്ട്. പോഡിന്റെ കളർ ഗ്രീൻ, യെല്ലോ അല്ലെ, അത് സെലക്ട്. അപ്പൊ ഇതിൽ സെലക്ട് ചെയ്യാത്തത് പ്ലാന്റിന്റെ കളറാണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, genes controlling 7 traits in P studied by Mendel were actually located on
മെന്റൽ പഠിച്ച 7 ട്രേറ്റ്സും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരുന്നത്? ഇറ്റ് വാസ് ലൊക്കേറ്റഡ് ഓൺ 4 ക്രോമസോംസ്. 4 ഡിഫറെന്റ് ക്രോമസോംസിലായിട്ടാണ് ഉണ്ടായിരുന്നത്. അടുത്തത്, 2 crosses between the same pair of genotype or phenotype in which the sources of gametes are reversed in one cross is known as dash. എന്താണ് അതിൻ്റെ ഉത്തരം? 2 crosses between the same pair of genotypes or phenotype, ഇതിനെ പറയുന്ന പേരാണ് റെസിപ്രോക്കൽ ക്രോസ്. ഇവിടെ ആദ്യത്തെ മെയിൽ പാരന്റിന്റെ ജീനോടൈപ്പ് രണ്ടാമത്തെ ക്രോസ് എത്തുമ്പോൾ ഫീമെയിൽ പാരന്റിന്റെ ജീനോടൈപ്പ് ആക്കും. പാരന്റ്സിന്റെ സെക്സ് റിവേഴ്സ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അതിനെ പറയുന്നത് റെസിപ്രോക്കൽ ക്രോസ് എന്നാണ്. ഇനി അടുത്തത്, ഇഫ് സെൽഫിംഗ് occurs in plant having genotype capital R small r capital Y small y, then the ratio of given phenotype will be capital R capital R capital Y capital Y capital R. ഇങ്ങനെ ഈ ഇതിന്റെ ഉത്തരം എന്താണ്? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1:2:2:4 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. The process of mating between closely related individuals നെ എന്താണ് പറയുന്നത്? ഇത് ഇൻബ്രീഡിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ നമ്മുടെ ഇവിടെ ജെനറ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ജെനറ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അത് പെട്ടെന്ന് വായിച്ച് ഉത്തരം കണ്ടെത്താൻ നോക്കും. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. നിങ്ങൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം ക്രോസ് ഒരു പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്രോസ് വർക്ക്ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കറക്റ്റ് ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്താൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ജെനറ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ജെനറ്റിക്സിൽ നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മറ്റ് സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും ഒരിക്കൽ കൂടി കാണാം. നന്ദി, നമസ്കാരം.